സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. കഷ്ടങ്ങളാലെ ഞാൻ തളരും നേരം മനതാരിലുയരുന്ന ചോദ്യങ്ങളാ. കഷ്ടങ്ങളാലെ ഞാൻ തളരും നേരം മനതാരിലുയരുന്ന ചോദ്യങ്ങളാ. തിരുമുഖം മറഞ്ഞെന്ന് തോന്നിടുമ്പോൾ സന്നിധി മാത്രമെൻ ബോധമല്ലോ. തിരുമുഖം മറഞ്ഞെന്ന് തോന്നിടുമ്പോൾ സന്നിധി മാത്രമെൻ ബോധമല്ലോ. എൻ ഹൃദയം നിൻ സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. ായുള്ളൊരു ഹൃദയമെന്നിൽ നൽകണമേ എന്നും പ്രാർത്ഥനയിൽ. ആദ്രമായുള്ളൊരു ഹൃദയമെന്നിൽ നൽകണമേ എന്നും പ്രാർത്ഥനയിൽ. അപരന്റെ നൊമ്പരം കണ്ടിടുവാൻ നീ പകരണേ നിൻ മനം എന്നിലെന്നും. അപരന്റെ നൊമ്പരം കണ്ടിടുവാൻ നീ പകരണേ നിൻ മനം എന്നിലെന്നും. എൻ ഹൃദയം നിൻ സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നിടും സർവേശ്വരരെ നിൻ മുൻപിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനുപേക്ഷണീയവും അത്യന്തം ആവശ്യവുമായിട്ടുള്ള ഒരു വിഷയമാണ് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തതയോടുകൂടെ അവിടെ നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന്
അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയും. Lord's intention is not to tell man to pray for a certain matter in harmony, but to be in harmony concerning any matter. എല്ലാ കാര്യത്തിലും നാം ഐകമത്യത്തോടുകൂടെ പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഐകമത്യത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്നാൽ ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമാകുക, ആത്മാവിൽ ഒന്നാകുക എന്ന അർത്ഥമുണ്ട്. വൺനെസ് ഇൻ ക്രൈസ്റ്റ്, വൺനെസ് ഇൻ ഹോളി സ്പിരിറ്റ്. ഉദാഹരണമായിട്ട് ഒരു ഗായക സംഘത്തിൽ 2 ഇൻസ്ട്രുമെൻ്റ് 2 തരത്തിൽ അതിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് വളരെ അലോസരമായിരിക്കും. 2 പേർ ഭവനത്തിലിരുന്ന് ഭാര്യയും ഭർത്താവും ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ വിഷയത്തിന് വേണ്ടി ആണെങ്കിൽ കൂടി 2 തരത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ ഐകമത്യത്തിൻ്റെ ഒരു രൂപം ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, ഭാര്യ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകന് അമേരിക്കയിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാകണേ. ഭർത്താവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകന് ഇന്ത്യയിലെ IIT-യിൽ നല്ലൊരു വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഉണ്ടാകണേ. ഇത് ദൈവത്തിന് ഇതിൻ്റെ ഉത്തരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ 2 പേർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞിന് ഒരു നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കണമേ എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ മാത്രമേ ഐകമത്യം സാധ്യമാവുകയുള്ളൂ. എന്താണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെയുള്ള ഐകമത്യം? ഉദാഹരണത്തിന്, നാം ഒരു ആപ്പിൾ കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ കഴിക്കുന്നത്? ആപ്പിളാണ് ഞാൻ കഴിക്കുന്നത്. അവിടെ ആപ്പിൾ എന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഞാൻ എന്ന മറ്റൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ കഴിക്കുന്നത്? ഞാൻ ആപ്പിളാണ് കഴിക്കുന്നത്. വീണ്ടും ആ ആപ്പിൾ ശരീരത്തിലേക്ക് പോയതിനു ശേഷം ആമാശയത്തിലെത്തി അത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ പിന്നെ ആപ്പിൾ എന്ന ഐഡൻറ്റിറ്റി അവിടെയില്ല. ഇവിടെയാണ് കർത്താവിൽ ഒന്നാകുക എന്നതിൻ്റെ പ്രാധാന്യം. നാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാം എന്ന ഐഡൻറ്റിറ്റി ഇല്ല, പിന്നീട് ക്രിസ്തുവാണ് ഉള്ളത്. ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു. എന്നിലൂടെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രാർത്ഥന എന്നതിനേക്കാൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടെ മുൻപ് വരേണ്ടതാണ് ഐകമത്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, സഹോദരനോട് നിരന്നിട്ട് പ്രാർത്ഥിക്കുക. ജഡതാല്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും? 2-3 പേർ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം ആളുകൾ വരുന്നു. അവിടെ ഐകമത്യത്തിൻ്റെ സാധ്യത ഉളവാകുന്നു. അവിടെ ഒരു ദേവാലയം രൂപപ്പെടുന്നു. അവിടെ സ്വർഗം തുറക്കപ്പെടും. ഐകമത്യത്തിലൂടെ സ്വർഗം തുറക്കപ്പെടും. നിങ്ങൾ ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കണം. എന്താണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അഥവാ പ്രാർത്ഥിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവം ആത്മാവാണ്. ദൈവത്തിന് മനസ്സിലാകുന്നത് ആത്മാവിൽ നാം പ്രാർത്ഥിക്കുന്ന ഭാഷയായിരിക്കും. ഒരു ശാസ്ത്രജ്ഞനോട് നാം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സാധാരണ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ, ഇന്ന് പച്ചക്കറിയുടെ വില ഇത്രയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നായയുടെ ഒരു അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അത്ര കണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വരത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ അറിവുകളുമായിട്ട് അല്പം നമ്മൾ ഉയർന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാം പറയുന്നതിനേക്കാൾ അധികമായിട്ട് അദ്ദേഹത്തിന് നമ്മോട് പറഞ്ഞു തരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു നായ്ക്ക് ഒരിക്കലും മനുഷ്യൻ്റെ ഭാഷ മനസ്സിലാവുകയില്ല. ആ മനുഷ്യൻ്റെ തലത്തിലേക്ക്, ഓരോ വ്യക്തിയുടെയും അവസ്ഥയിലേക്ക് ഉയർന്നെങ്കിൽ മാത്രമേ അവർക്ക് നമ്മോട് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തോട് നാം സംവേദിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും, കാരണം ദൈവം ആത്മാവാണ്, ദൈവം സത്യമാണ്.
രണ്ടിലധികം പേര് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ശരീരം ദൃശ്യമാകുന്നു. അവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. ഇനിയും എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുമ്പോൾ ശക്തമായ പ്രാർത്ഥന. എന്താണ് ശക്തമായ പ്രാർത്ഥന? ഒത്തിരി പ്രാർത്ഥിക്കുന്നോ കുറച്ച് പ്രാർത്ഥിക്കുന്നോ എന്നുള്ളതല്ല പ്രധാനം. എന്നാൽ ദ പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി. എത്ര പ്രാവശ്യം ഉപവസിച്ചു എന്നുള്ളതല്ല, എത്രമാത്രം ഹൃദയനുറക്കത്തോടുകൂടെ നാം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പ്രധാനം. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയ നുറുക്കത്തോടുകൂടിയുള്ള പ്രാർത്ഥന. വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. ഹന്നയുടെ പ്രാർത്ഥന ശബ്ദമില്ലാത്ത പ്രാർത്ഥനയായിരുന്നു. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള, സ്വാധീനിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള തോമസിൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവത്തെ അവിശ്വസിച്ചതിലുള്ള കുറ്റബോധത്തിൽ നിന്നും, അദ്ദേഹത്തിനുള്ളവായ ആ കുറ്റബോധത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ശബ്ദം ഏറ്റവും ശക്തമായ പ്രാർത്ഥനയായിട്ട് അത് പരിണമിച്ചു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അതിലും വലിയൊരു പ്രാർത്ഥനയാണ് കർത്താവായ യേശുക്രിസ്തു ഗത്സമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ആരും കേട്ടില്ല പ്രാർത്ഥന, പക്ഷേ കർത്താവിൻ്റെ കണ്ണിലൂടെ രക്തവും കണ്ണുനീരും ഒഴുകി എന്ന് നാം വായിക്കുന്നു. ശക്തമായ പ്രാർത്ഥന. ദൈവം പറയുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ട്. വീണ്ടും നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നതാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. യേശുക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നമുക്കെന്തെങ്കിലും ഉത്തരം ലഭിക്കാൻ വേണ്ടിയാണ്. ഉത്തരം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രോഗത്തിന് സൗഖ്യം ലഭിക്കുക, നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം ലഭിക്കുക, ഇതൊക്കെയാണ് ഉത്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഈ പ്രതിഫലം എന്നത് ഉത്തരത്തിൽ നിന്നും അല്പം കൂടെ വ്യത്യസ്തമാണ്. പ്രതിഫലം എന്നത് സ്വർഗത്തിൽ നിന്നുള്ള ദാനമാണ്. ആ ദാനമാണ് പിന്നീട് അത് പ്രതിഫലമായിട്ട് പരിണമിക്കുന്നത്. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ ഇളക്കാനോ മറ്റുള്ളവർക്ക് ഒരുപാട് ശബ്ദ കോലാഹലം ഉണ്ടാക്കാനോ വേണ്ടിയുള്ളതല്ല പ്രാർത്ഥന. കപടഭക്തിക്കാരെ പോലെ നാം പ്രാർത്ഥിക്കരുത്. നാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടെ, ഹൃദയ നുറുക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുക. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി പ്രാർത്ഥിക്കുക. ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. പലരും പറയാറുണ്ട്, ഒരു മുറിയിൽ കയറി ആരും കാണാതെ കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നാം എവിടെ ഇരിക്കുന്നുവോ അവിടെ ദൈവവുമായി ഒരു അറ തീർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവവും ഞാനുമായ ബന്ധം, ദൈവവും നമ്മളുമായി മാത്രമുള്ള ബന്ധം. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇരുന്നു കൊള്ളട്ടെ. നമ്മൾ ഓഫീസിലിരിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മധ്യത്തിൽ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഒരു അറ തീർക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കും. പ്രൈവറ്റ് റൂം ഈസ് വേർ യു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ സീക്രട്ട്. മനഃപൂർവം നമ്മെ മറ്റുള്ളവർക്ക് കാണിക്കാനല്ല അറകൾ എന്ന് പറയുന്നത്. എന്നാൽ നാം ഇരിക്കുന്നിടത്ത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ 7-ാം വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുകയും ഒരു പക്ഷേ നമ്മൾക്ക് വലിയ ഭാരമില്ലാത്ത വിഷയങ്ങൾ, ബേർഡൻ ഇല്ലാത്ത വിഷയങ്ങൾ, നമ്മൾക്കത് ബേർഡൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, ഭാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നാം ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്.
അത് ജൽപ്പനമാണ്. നമുക്ക് വ്യക്തമായ ഭാരമുള്ള വിഷയങ്ങളായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ വിഷയം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. നമ്മുടെ കാര്യങ്ങൾ ദൈവം മുന്നമേ അറിയുന്നു. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അപ്പനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അപ്പനുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മുടെ സ്വന്തം പിതാവിനോട് നമ്മൾ എന്ത് ആവശ്യപ്പെടുന്നോ ആ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ അപ്പൻ എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കും അപ്പൻ്റെ മകൻ എന്നുള്ള സ്വാതന്ത്ര്യം അപ്പനും അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അവിടെയാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥനയുടെ ഉറപ്പ് ഉണ്ടാകുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് പ്രാർത്ഥന. കാരണം പ്രാർത്ഥന ഞാനും എന്നെ അറിയുന്ന ദൈവവുമായിട്ടാണ്, എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവവുമായിട്ടാണ്. എൻ്റെ ഹൃദയത്തിൽ എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവം അറിയുന്നു. ഇവിടെ വീണ്ടും ദൈവം പറയുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇവിടെ പലരും പറയുന്നത് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ എന്നാണ് പറയുന്നത്. എന്നാൽ അത് ലോർഡ്സ് പ്രയർ എന്നല്ല. നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു പക്ഷെങ്കിൽ അതിനു പിൻപും നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള നമ്മുടെ അറിവ് വളരെ ചുരുങ്ങിയതാണ്. നമ്മുടെ പ്രാർത്ഥിക്കണമെന്നുള്ള അറിവ് വളരെ ചുരുങ്ങിയതായതുകൊണ്ടാണ് ദൈവം നമ്മളെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ പ്രാർത്ഥന ഈ ലോകത്തിൻ്റെ ആരംഭം മുതലേ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ പോരായ്മകൾ നികത്തിക്കൊണ്ടാണ് ദൈവം നമ്മളെ പഠിപ്പിക്കാനായിട്ട്, പ്രാർത്ഥന പഠിപ്പിക്കാനായിട്ട് തുനിയുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് പ്രാവശ്യം ദിവസവും തന്നെ 2-3 പ്രാവശ്യം പറയുന്ന ഒരു പദമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവ് എന്നത് ഒരു ടൈറ്റിലാണ്. മക്കളുള്ളവർക്ക് മാത്രമേ പിതാവ് എന്ന് വിളിക്കുവാൻ അവകാശമുള്ളൂ, കേൾക്കുവാൻ അവകാശമുള്ളൂ. സോ ഗോഡ് വാണ്ടഡ് ചിൽഡ്രൻ. ദൈവത്തിന് മക്കളെ ആവശ്യമുണ്ട്. ഒരു പക്ഷേ യേശുക്രിസ്തു നമ്മളെ പിതാവേ എന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് നാം ദൈവത്തെ വിളിച്ചിരുന്നത് സർവശക്തൻ, വലിയവൻ, ജീവിക്കുന്ന ദൈവം, യഹോവ എന്നൊക്കെയാണ്. എന്നാൽ പിതാവേ എന്നുള്ള സംബോധന ലോകത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തെ മാറ്റിമറിച്ച ഒരു പേരാണ് പിതാവേ എന്നുള്ള വിളി. മറ്റുള്ളവരുടെ മക്കൾക്ക് ഒരു വ്യക്തിയെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ പിതാവിനെ മാത്രമേ നാം പിതാവേ എന്ന് വിളിക്കത്തുള്ളൂ. ഫാദർ, ഡാഡി, പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതൊരു അവകാശമാണ്, അതൊരു അധികാരമാണ്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ മറ്റു പല പേരുകളിലാണ് വിളിക്കുന്നത്. അങ്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് വിളിക്കും, ടീച്ചർ എന്ന് വിളിക്കും. എന്നാൽ അപ്പനെ, സ്വന്തം പിതാവിനെ മാത്രമേ അപ്പ എന്ന് വിളിക്കുകയുള്ളൂ. ആരും മുൻപ് പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ല. യേശുക്രിസ്തുവാണ് അതിന് ധൈര്യം കാണിച്ചത്. ആരാണ് പിതാവ്? ഫാദർഹുഡ് ആൻഡ് സൺഷിപ്പ്. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം അതെന്താണ്? ഒരു സെർവൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്രിസ്തുവിൻ്റെ സെർവൻസ് ആണ്, നാം വേലക്കാരാണ്. ശരിയാണ്, വേലക്കാരാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളാകുന്ന വേലക്കാരാണ് നാം. എന്താണ് ഒരു വേലക്കാരനും മക്കളും തമ്മിലുള്ള വ്യത്യാസം? ഒരു വേലക്കാരന് അവന് ശമ്പളം ലഭിക്കുന്നുണ്ട്. ഒരു വേലക്കാരന് ഒരു സമയ പരിമിതിയുണ്ട്. ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്, ആ നേഴ്സിന് 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നത് ആവശ്യമാണ്. ഒരു വ്യക്തിയെ അവിടെ അഡ്മിറ്റ് ചെയ്താൽ ആ നേഴ്സ് 8 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം അവരുടെ ജോലിയിൽ നിന്ന് അവർ ഭവനത്തിലേക്ക് പോകുന്നു.
എന്നാൽ 8 മണിക്കൂർ കൊണ്ട് ആ രോഗിയുടെ അസുഖം മാറുന്നില്ല. വീണ്ടും ആ രോഗി അവിടെ തന്നെയുണ്ട്. എന്നാൽ ആ രോഗിയുടെ അമ്മ, അവർക്ക് സമയമില്ല. ആ രോഗിയുടെ അപ്പൻ, അവർക്ക് സമയമില്ല. അവർ മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടാകും. ഒരു സെർവൻ്റ് എന്നാൽ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു കമ്പനി ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി. അവരുടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും 8 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ പോകാം. എന്നാൽ ആ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മകന് ആ കമ്പനിയിൽ പൂർണ്ണ അധികാരമുണ്ട്. ഒരുപക്ഷെ അവന് ശമ്പളം പോലും ഉണ്ടാവുകയില്ല. എന്നാൽ അവൻ്റെ പിതാവിൻ്റെ കമ്പനിയാണത്. പിതാവിൻ്റെ ശേഷം അവനാണ് അത് നടത്തിക്കൊണ്ടു പോകേണ്ടത്. ദൈവവുമായിട്ടുള്ള ബന്ധം, പിതാവും പുത്രൻ എന്നുള്ള ബന്ധം യേശുക്രിസ്തു സ്ഥാപിച്ചു തന്ന ഈ ബന്ധം അതിവിശിഷ്ടമാണ്. പ്രിയമുള്ളവർ, നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തെ പിതാവ് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് കേൾക്കുവാനല്ല, നമ്മുടെ ദൈവവുമായി ഒരു വ്യക്തിഗത ബന്ധം ഉണ്ടാക്കി പ്രാർത്ഥിക്കുക. എന്നാൽ നാം ഒരു കൂട്ടത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഐകമത്യത്തോടുകൂടെ, ഏക മനസ്സോടുകൂടെ, സ്വർഗം തുറക്കുന്ന അനുഭവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നൽകും കാൽവരിനാഥ സ്നേഹത്തിൻ ഉറവിടമേ, പ്രത്യാശ നൽകും കാൽവരിനാഥ സ്നേഹത്തിൻ ഉറവിടമേ, മകൾ സ്നേഹത്തിൻ പൊരുളറിയാതെയൻ ജീവനെ നഷ്ടമാക്കി, ജീവനെ നഷ്ടമാക്കി, പ്രത്യാശ നൽകും കാൽവരിനാഥ സ്നേഹത്തിൻ ഉറവിടമേ. മബദബ മഗരി മഗരി സനിധാദ സരി മഗരി പപ മഗരി മബദ സാനിധ പമഗരി സരി മഗരി മബദ മബദ സാനിധാരി സരി മഗരി പമഗരി സനിധാദ സധരി സനിധദ പപ മഗരി പമഗരി സനിധാരി സരി മരി സാ. തുറക്കണം എന്നതരം കൃപയാ നിറയണം എൻ ഹൃദയം, നിനക്കായി തുറക്കണം എന്നതരം കൃപയാ നിറയണം എൻ ഹൃദയം, നിനക്കായി തെളിയുന്ന ദീപവതായന്റെ, നിനക്കായി തെളിയുന്ന ദീപവതായന്റെ ജീവിതം ധന്യമാക്കൂ, ജീവിതം ധന്യമാക്കൂ, പ്രത്യാശ നൽകും കാൽവരിനാഥ സ്നേഹത്തിൻ ഉറവിടമേ. മപദപ മഗരി മഗരി സനിധ സരി മഗരി പപ മഗരി മപദ സാനിധ പമഗരി സരി മഗരി മപദ മപദ സാനിധ രി സരി മഗരി പമഗരി സനിധ
ದ ಪಪ ಮಗರಿ ಪಾ ಮಗರಿ ಸನಿ ದ ಸರಿ ಮರಿ ಸ എന്നിൽ തുടിക്കണം നിത്യസ്നേഹം തനിവിൻ ഭാവമെന്നിൽ പറയണം എന്നിൽ തുടിക്കണം നിത്യസ്നേഹം തനിവിൻ ഭാവമെന്നിൽ പകരണം ആത്മഫലങ്ങൾ എന്നും നൽകാൻ ആത്മഫലങ്ങൾ എന്നും നൽകാൻ ജീവന്റെ ഉറവയേകൂ ജീവന്റെ ഉറവയേകൂ പ്രത്യാശ നൽകും കാൽവരിനാഥ സ്നേഹത്തിനുറവിടമേ നിന്മകൾ സ്നേഹത്തിൻ പൊരുളറിയാതെ ജീവനെ നഷ്ടമാക്കി ജീവനെ നഷ്ടമാക്കി